പി എൻ പണിക്കരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ നിന്നാണ് നമ്മൾ വായനാ ദിന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. വായനയൊരു മഹാപ്രസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി ജീവിതത്തിലുടനീളം അധ്വാനിച്ച മഹാനായ മനുഷ്യനായിരുന്നു പി എൻ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നിന്ന് ഒരു പുസ്തകത്തിൻ്റെ വായനാനുഭവം ഓർക്കുമ്പോൾ അത് കോളറ കാലത്തെ പ്രണയമാകട്ടെ എന്ന് തീരുമാനിക്കാൻ രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരെ പോലെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും ഏറ്റവും കൂടുതൽ വായിച്ച ഒരു കൊച്ചു സമൂഹം കേരളമായിരിക്കും. കാവ്യഭാഷയിൽ അദ്ദേഹം എഴുതിയ മനോഹരമായ നോവലാണ് കോളറ കാലത്തെ പ്രണയം. ഇന്നത്തെ പോലെ തന്നെ ഒരു മഹാമാരിയുടെ അന്തരീക്ഷത്തിലാണ് കോളറ കാലത്തെ പ്രണയത്തിലെ സംഭവഗതികൾ പുരോഗമിക്കുന്നത്. ഓർമ്മകളുടെ പീഡനമുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത അഭയാർത്ഥി ജെറമി ഡി സെൻ്റ് അമോറിൻ്റെ വീട്ടുമുറിയിൽ നിന്നാണ് ഈ നോവൽ തുടങ്ങുന്നത്. കുട്ടികളുടെ ചിത്രകാരനും അഭയാർത്ഥിയും പഴയ പോരാളിയും വികലാംഗനുമൊക്കെ ആയിട്ടുള്ള ജെറമി ഡി സെൻ്റ് അമോർ മരിച്ചു കിടക്കുമ്പോൾ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ആ മുറി ഏതോ അജ്ഞാതകരങ്ങൾ പൊടിപിടിക്കാതെ ശ്രദ്ധിച്ചിരുന്നു എന്ന ഒരൊറ്റ വാചകം കൊണ്ട് ജെറമി ഡി സെൻ്റ് അമോറിൻ്റെ അജ്ഞാത കാമുകിയിലേക്ക് നമ്മുടെ കൗതുകത്തെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ ചതുരംഗ നീക്കങ്ങളിൽ അപ്പുറത്ത് സമർത്ഥമായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഡോക്ടർ ജോനാൻ ആർബിനോ എന്ന ജെറമി ഡി സെൻ്റ് അമോറിൻ്റെ സുഹൃത്ത് തിരിച്ചറിയുന്നുണ്ട്. ഒടുവിൽ അതിൻ്റെ ഉടമസ്ഥയെ കണ്ടെത്തുമ്പോൾ അവളൊരു മുളാറ്റ സ്ത്രീയാണ്. ജെറമി ഡി സെൻ്റ് അമോറിനെ പിന്തുടർന്ന് അവൾ ആ നഗരത്തിലെത്തുന്നു. അദ്ദേഹത്തെ മനോഹരമായി പ്രണയിച്ചുകൊണ്ട് 60 വയസ്സിൽ താൻ മരിക്കുമെന്ന ജെറമി ഡി സെൻ്റ് അമോറിൻ്റെ ആ തീരുമാനത്തെ അതിനെപ്പോലും അനുകൂലിച്ചുകൊണ്ട് അത്രയും സ്നേഹത്തിനു വേണ്ടി വിധേയാകുന്ന ഒരു ബന്ധം ഈ കഥയിൽ നിറയുന്നുണ്ട്. വേദനയും മനുഷ്യാവസ്ഥയോടുള്ള അനുകമ്പയും സ്നേഹവും നിരാശയുമൊക്കെ ഇടകലർന്നു വരുന്ന ഓരോ വാചകങ്ങളുടെ മുമ്പിലും ധ്യാനാത്മകരായി നമ്മൾ നിന്നുപോകുന്ന ഒരാഖ്യാന ശൈലിയാണ് ഈ നോവലിനുള്ളത്. 60ാമത്തെ വയസ്സിൽ അഭയാർത്ഥിയായ ജെറമി ഡി സെൻ്റ് അമോർ മരിച്ചുവെങ്കിൽ ആ മരണച്ചടങ്ങുക്ക് ശേഷം 81ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡോക്ടർ ജോൻ ആർബിനോ ഒരു കിളിയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴെ വീണ് മരിക്കുന്നുണ്ട്. മരിക്കാൻ വേണ്ടി അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഭാര്യ ഫെർമിന ഡാസിയോട് പറയാൻ വേണ്ടി കാത്ത് ഇരിക്കുകയാണ്. ആ അവസാന വാക്ക് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം മരിക്കും. ഓടി വരുന്ന ഫെർമിന ഡാസിയോട് അദ്ദേഹം പറയുന്നത്, നിന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നു എന്ന് എനിക്കും ദൈവത്തിനും മാത്രം അറിയാമെന്നാണ്. ഒരു മനുഷ്യൻ്റെ അവസാന വാക്ക് അത്രമേൽ ഭംഗിയായി
പകർത്തിയെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം ഒരു പക്ഷേ കോളറ കാലത്തെ പ്രണയം തന്നെയാകാം. ഇതിൽ പ്രണയം കടന്നു വരുന്നത് സാധാരണ നമ്മൾ കാണുന്ന പ്രണയത്തെ പോലെയല്ല. അത് വാർദ്ധക്യത്തിൻ്റെ പരിസരത്തിലുണ്ട്, അത് മഹാമാരിയുടെ പരിസരത്തിലുണ്ട്, മരണത്തിൻ്റെ പരിസരത്തിലുണ്ട്. അങ്ങനെ പ്രണയം കാലമാകുന്നതും പ്രണയം ജീവിതമാകുന്നതും പ്രണയത്തിന് നമ്മൾ കരുതുന്ന അതിൻ്റെ ആസക്തിയുടെ ഭാവങ്ങളെല്ലാം നഷ്ടപ്പെടുകയും അത് ജീവിതമായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ജുവനൻ ആർബിനോ എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അധ്യാപകൻ, അദ്ദേഹം വിവാഹം കഴിച്ച ഫെർമിന ഡാസ ഒരിക്കൽ ഫ്ലോറന്റിനോ അരിസ എന്ന് പറഞ്ഞ ഒരാളുടെ കാമുകിയായിരുന്നു. ഈ കഥയിലെ നായകനായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഫ്ലോറന്റിനോ അരിസയാണ്. തനിക്ക് യോജിച്ചയാളല്ല ഇയാളെന്ന് കണ്ട് ഫെർമിന ഡാസ പിന്മാറിയതാണ് അഗാധമായ പ്രണയത്തിനു ശേഷം. പക്ഷെ അന്ന് ഫ്ലോറന്റിനോ അരിസ തീരുമാനിക്കുന്നത് ഫെർമിന ഡാസയ്ക്ക് സ്വീകാരനാകുന്ന രീതിയിൽ പ്രശസ്തനും സമ്പന്നനുമാകാൻ ഞാൻ ശ്രമിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ അനാഥനാണ് അയാൾ. പിതാവ് തൻ്റെ മകനാണെന്ന് അംഗീകരിക്കാത്ത മകനാണ് അയാൾ. തൻ്റെ പ്രയത്നം കൊണ്ട് പടിപടിയായി ഉയർന്ന് സമ്പന്നനായി മാറുന്ന ഫ്ലോറന്റിനോ അരിസയെ നമ്മൾ കാണുന്നു. അപ്പോഴൊക്കെ പണ്ട് തൻ്റെ യൗവനത്തിൽ മാസങ്ങളോളം ഫെർമിന ഡാസ സന്ദർശിക്കുന്ന ഉദ്യാനത്തിൽ വായിച്ചിരിക്കുന്നു എന്ന വ്യാജേന അവളെ നിരീക്ഷിച്ചിരിക്കുന്ന, അതേപോലെ പിന്നീടും ജീവിതം മുഴുവൻ ഫെർമിന ഡാസയെ നിരീക്ഷിച്ചിരിക്കുകയാണ്, കൂടെ നടക്കുകയാണ്, അന്വേഷിച്ച് നടക്കുകയാണ് ആ കാമുകൻ ചെയ്യുന്നത്. ആ അന്വേഷണം, ആ പിന്തുടരൽ 53 വർഷവും 7 മാസവും 11 ദിനരാത്രങ്ങളും പിന്നിടുമ്പോഴാണ് ഡോക്ടർ ജുവനൻ ആർബിനോ 81ാമത്തെ വയസ്സിൽ മരിക്കുകയും ഫെർമിന ഡാസ വിധവയാവുകയും ചെയ്യുന്നത്. അവിടെ വെച്ച് തൻ്റെ പ്രണയം വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഫെർമിന ഡാസ ക്ഷുഭിതയാകുന്നുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ നമുക്കൊന്നും മനസ്സിലാകാത്ത, സാധാരണ ബോധത്തിന് മനസ്സിലാകാത്ത മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളിലൂടെ ഈ നോവൽ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. ചെറുപ്പകാലത്ത് സ്വന്തം അമ്മയുടെ സംരക്ഷണത്തിൽ വളരുന്ന കാലത്ത് ഫെർമിന ഡാസയുമായുള്ള അഗാധമായ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് അവൾ ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യം കുടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഫ്ലോറന്റിനോ അരിസ ഛർദ്ദിച്ച് കിടക്കുന്നുണ്ട്. ഇത് കോളറയുടെ ലക്ഷണമാണെന്ന് തോന്നി അമ്മ ഡോക്ടറെ വിളിച്ച് മകനെ കാണിക്കുമ്പോൾ എത്ര പരിശോധിച്ചിട്ടും കോളറയാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് അത് കോളറയല്ല പ്രണയമാണ് എന്ന് തിരിച്ചറിയാൻ ഡോക്ടർക്കൊന്ന് ചോദ്യം ചെയ്യേണ്ടി വരിക മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നൊരു പ്രയോഗം അതിലുണ്ട്. എന്നിട്ട് പ്രണയത്തിനും കോളറയ്ക്കും ഒരേ ലക്ഷണങ്ങളുള്ളത് എന്ന് ഹാസ്യവും യാഥാർത്ഥ്യവും കൂട്ടിച്ചേർത്തൊരു വാചകമുണ്ട്. ഇങ്ങനെ ജീവിതത്തെ മാന്ത്രികമായ വാചകങ്ങൾ പകർത്തുക എന്നതാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ പ്രത്യേകത. ഒടുവിൽ ഡോക്ടർ ജുവനൻ ആർബിനോയും മരിച്ചു. ആ മരണച്ചടങ്ങിന് ശേഷം തൻ്റെ പ്രണയം ആവർത്തിച്ചുകൊണ്ട് ഫ്ലോറന്റിനോ അരിസ നിൽക്കുന്നു. ഇവിടെ പ്രണയം മുഖ്യധാരാ പ്രണയം പോലെയല്ല.
അതൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും സർഗശേഷി അതിൻ്റെ പരിപൂർണതയിലെത്തുന്ന കാലഘട്ടത്തിൽ അവൻ കണ്ട സ്വപ്നങ്ങളെയും അവൻ സ്നേഹിച്ച കാലത്തെയും അവൻ സ്നേഹിച്ച പരിസരത്തെയും എല്ലാ കാലത്തും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ഊർജ്ജരൂപമായി പ്രണയം നിലകൊള്ളുന്നു. അത് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത ഒന്നായി മാറുന്നു. ഇതിൽ വേറെയും കഥാപാത്രങ്ങൾ കയറി വരുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളും അവരുടെ പിറകെ നമ്മൾ പോകുമ്പോൾ അവരായിരിക്കും അതിലെ മുഖ്യ കഥാപാത്രം എന്നതാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ രചനാ വൈഭവം. ലൊട്ടേറിയോ തുഗട്ടെ എന്ന് പറയുന്ന അതിമനോഹരമായൊരു കഥാപാത്രം ഇതിലുണ്ട്. അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. ഒടുവിൽ ഈ കഥ, ഏത് കഥയ്ക്കും ഒരു അവസാനം വേണമല്ലോ, പക്ഷേ ഈ കഥ അവസാനിക്കുന്നില്ല. ഈ കഥ സ്വപ്ന നഗരിയായ ലാ ഡൊറാഡോ തേടി ഫ്ലോറന്റിന അരിസയുടെയും ഫെർമിന ഡാസയുടെയും അവസാനിക്കാത്ത യാത്രയാണ്. യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ കഥയുടെ ആഖ്യാനം അവസാനിക്കുന്നത്. കഥ പിന്നെയും തുടരേണ്ടതുണ്ട്. അപ്പോൾ സമ്പന്നനായ ഫ്ലോറന്റിനോ അരിസയുടെ, പണ്ടത്തെ അനാഥനും ദരിദ്രനൊന്നുമല്ല, സമ്പന്നനായ ഫെർമിന ഡാസയുടെ, അദ്ദേഹത്തിൻ്റെ തന്നെ കമ്പനിയുടെ വകയായുള്ള കപ്പലിൽ ആ ക്യാപ്റ്റൻ ഈ വൃദ്ധ കാമുകന്മാരെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാപ്റ്റൻ്റെ മനസ്സിലുള്ള തോന്നൽ അതിമനോഹരമായ രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്. ക്യാപ്റ്റൻ ഫെർമിന ഡാസയെ നോക്കി അവളുടെ ഭയരഹിതമായ പ്രണയത്തെയും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വികാരമാണ് പിന്നീട് എഴുതി വയ്ക്കുന്നത്. അവളുടെ ഇമപ്പീലികളിലെ ഹേമന്ത തുഷാരത്തിൻ്റെ ആദ്യകിരണങ്ങൾ അയാൾ കണ്ടു. അപ്പോൾ ജീവിതം തന്നെയാണ് മരണത്തേക്കാൾ സീമാതീതമായിട്ടുള്ളതെന്ന സംശയത്തിന് അയാൾ വിധേയനായി. ഏറെക്കുറെ ഈ രീതിയിലോ മറ്റോ ആണ് അതിൻ്റെ വാചക ഘടന. കൃത്യമായിട്ടല്ല പറയുന്നെങ്കിലും ഇങ്ങനെ മനോഹരമായൊരു ആഖ്യാന ശൈലിയിലൂടെ വികസിച്ച് അനസ്യൂതമായ ഒരു യാത്രയിലേക്ക് മുഖ്യ കഥാപാത്രങ്ങൾ നടന്നു നീങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള നോവലാണ് കോളറാക്കാലത്തെ പ്രണയം. എന്തിനാണ് ഇത്തരം പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത്? ഇത്തരം പുസ്തകങ്ങൾ നമുക്ക് വ്യത്യസ്തമായ മനുഷ്യജീവിത അനുഭവങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ജീവിത രീതികളെക്കുറിച്ചിട്ട്, അവിടുത്തെ വൈവിധ്യങ്ങളെക്കുറിച്ചിട്ട് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അതിനൊക്കെ ഉപരിയായിട്ട് മനുഷ്യൻ്റെ സങ്കീർണമായ ഭാവങ്ങൾ, സംഘർഷങ്ങൾ, അവൻ്റെ അന്വേഷണങ്ങൾ, അത് എല്ലാ തരത്തിലുമുള്ള വിഭാഗീയതയ്ക്കും അപ്പുറത്ത് സമാന സ്വഭാവമുള്ളതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരും. ഓരോ പുസ്തകവും ഒരു ഭാരിച്ച സന്ദേശം നമുക്കായി കരുതി വയ്ക്കുന്നുണ്ട്. അത് ആ പുസ്തകത്തിൻ്റെ സൂക്ഷ്മമായ വായനയ്ക്ക് ശേഷമാണ് നമ്മിലേക്ക് നമ്മളറിയാതെ ആവേശിക്കുക. അതിലെ ആശയം ഒരാവേശം പോലെ നമ്മിലേക്കെത്തും. അതുകൊണ്ട് വായന എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ്. ധ്യാനാത്മകമായ വരികളിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ധ്യാനത്തിൻ്റെ അനുഭവം അറിയണമെങ്കിൽ തീർച്ചയായും മഹാന്മാരായ ഇത്തരം എഴുത്തുകാരുടെ രചനയിലൂടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഒരിക്കലും നിലയ്ക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത മനുഷ്യജീവിതത്തിൻ്റെ യാത്രയിൽ
അതിൽ നിന്നെടുത്ത ഒരു ചീന്ത്. അതാണ് കോളറ കാലത്തെ പ്രണയം. മഹാമാരികൾക്കിടയിലും വാർദ്ധക്യത്തിനിടയിലും മരണത്തിനിടയിലും ജീവിതത്തെ ആസക്തിയോടെ നോക്കുന്ന, കൂടുതൽ കൂടുതൽ ജീവിക്കാൻ വേണ്ടി കൊതിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ അനശ്വരതയിലേക്കുള്ള പ്രയാണം നമുക്ക് ഇത്തരം ഗ്രന്ഥങ്ങളുടെ സ്പന്ദനങ്ങളായി വായിച്ചാലും കഴിയും. അതുകൊണ്ട് വായന വളരട്ടെ. ഒരു പുസ്തകമല്ല, ലോകത്തിലെ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങൾ നിരന്തരം വായിക്കാനും ചർച്ച ചെയ്യാനും സംവദിക്കാനും നമുക്ക് കഴിയട്ടെ. അങ്ങനെ നമുക്ക് കഴിയുമ്പോഴേ ജീവിതകാലം മുഴുവൻ വായനയ്ക്ക് വേണ്ടി, ഗ്രന്ഥശാല സംഘത്തിനു വേണ്ടി പ്രചരണം നടത്തുകയും പ്രവർത്തിക്കുകയും കേരളത്തിലെ ഇന്നത്തെ ഒരു സാംസ്കാരിക സമൂഹത്തെ, ജനകീയ സാംസ്കാരിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പി.എൻ. പണിക്കരെ പോലെയുള്ള മഹാന്മാരായ മനുഷ്യരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയും അത് ഒരു സജീവമായ മാറ്റമായി നമ്മിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് വായിക്കുക, വായിക്കുക, വായിക്കുക.